നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇത് എന്തിനാടാ എല്ലാം എടുത്തു വെച്ചിട്ട് എന്നെ കൊണ്ട് വിളിപ്പിക്കുന്നേ? നിനക്ക് ഇനി ഇറങ്ങി വന്നൂടെ? എന്നെ അത് ശീലിപ്പിച്ചതാരാ? അമ്മയല്ലേ. അമ്മ ശീലിപ്പിച്ചതൊന്നും എന്റെ ലൈഫിൽ മാറില്ല. ഓ യാരടാ ഇവൻ, എന്നാ ആക്ടിങ്. ജ്യോതി, നീ കഴിക്കുന്നില്ലേ മോളെ? അമ്മ എന്റെ ഫോൺ കാണുന്നില്ല. ഞാനത് ഇവിടെ വെച്ചതാ. എന്നിട്ടെന്താ പറന്നുപോയോ? ഞാൻ ഇവിടെ തന്നെയാ വെച്ചേ. വന്ന് കഴിച്ചേ മോളെ. എടി നീ വന്ന് കഴിക്കുന്നില്ലേ? എന്നിട്ട് നോക്കിയാ മതി. ദേ അല്ലെങ്കിൽ അമ്മയ്ക്ക് ദേഷ്യം വരുവേ. എടി വരാൻ. എന്നാലും അതെവിടെ പോയി? അമ്മേ, ഇവൾക്ക് മറവിക്ക് എന്തെങ്കിലും മരുന്ന് വാങ്ങിച്ചു കൊടുക്കണേ. കഴിഞ്ഞ ദിവസം മേക്കപ്പ് ബോക്സ് തിരയുന്നുണ്ടു. അത് കിട്ടിയില്ല ഏട്ടാ. സൂക്ഷ്മത വേണം. അതിന് അമ്മയെ കണ്ട് പഠിക്കണം നീ. അമ്മ, நான் ഒന്നും പാക്കല്ലേ. എന്നാലും എന്റെ ഫോൺ. ആ, ഇങ്ങനെ ചുമക്കുന്നുണ്ട്. ഇന്നലെ ഞാൻ പുകയില വാങ്ങാതിരുന്നത്. ഒന്ന് പോടാ അവിടുന്ന്. ആ, ഞാനിനി 100 കൊല്ലം ജീവിക്കാൻ പോവല്ലേ. തമ്പുരാൻ വിളിക്കുമ്പോ അങ്ങ് പോണം. അതിന് മുറിക്കാലെന്താ, മുറിക്കില്ലെങ്കിലെന്താ? നീ ഇവിടെ ഇരുന്നേ. ഉത്സവത്തിന്റെ കാര്യങ്ങൾ പറ. മുത്തശ്ശിയെ കൊണ്ടുപോവാന്ന് ഞാൻ പറഞ്ഞല്ലേ, വരാഞ്ഞിട്ടല്ലേ? ആ കുന്നും മലയൊക്കെ കയറി ഞാൻ അമ്പലത്തിലെത്തുമ്പോഴേക്കും ഉത്സവമൊക്കെ കഴിയും മക്കളെ. മുത്തശ്ശി മരുന്ന് കഴിച്ചില്ലേ? ഇല്ല. അത് കൊള്ളാം. എന്നിട്ട് എന്താ എന്നോട് പറയാത്തെ? ഞാൻ പോയി മരുന്ന് എടുത്തിട്ട് വരാം. ഈ വയ്യാത്തപ്പോ ശയനപ്രദർശനം നടത്തേണ്ട വല്ല കാര്യമുണ്ടോ? എന്നിട്ടിപ്പോ ശരീരം അനക്കാൻ വയ്യ. അതിനെന്താ, നോക്കാൻ നിന്നെ പോലൊരു മോളുണ്ടെങ്കി അസുഖം വരുന്ന ഒരു രസമല്ലേടി. അയ്യടാ. ആ, ഉത്സവത്തിന്റെ തിരക്കിനിടയിൽ ചോദിക്കാൻ മറന്നുപോയി. റാങ്കുകാരിക്ക് എന്താ അച്ഛൻ വാങ്ങിച്ചു തരണ്ടേ? പറഞ്ഞോ. എന്താ പറയേണ്ടതെന്ന് ഞാൻ ഈ ആലോചിക്കുന്നത്. എന്നോട് ചോദിക്കാതെ തന്നെ എന്റെ എല്ലാ ആഗ്രഹങ്ങളും അച്ഛൻ നടത്തി തരല്ലേ. എന്തെങ്കിലും ബാക്കി വെച്ചാലല്ലേ എനിക്ക് ചോദിക്കാൻ പറ്റൂ. എന്നാ അച്ഛൻ ഒരു കല്യാണം നടത്തി തന്നാലോ? ഇപ്പൊ എന്ത് പറഞ്ഞാലും കല്യാണത്തിലാണല്ലോ വന്ന് നിൽക്കുന്നത്. എനിക്ക് അച്ഛനെ വിട്ട് പോണ്ടെന്ന് പറഞ്ഞാ പോണ്ട. മുത്തശ്ശിക്ക് സമയത്തിന് മരുന്ന് കൊടുക്കണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ? ഓ, ഞാൻ മറന്നു. അതെ, അത് മാത്രമല്ലേ നീ മറക്കൂ.
മുഖം മിനുക്കാനും നഖം മിനുക്കാനൊന്നും ഒരു മറതിയില്ലല്ലോ നിനക്ക്. ഞാൻ എടുത്തു കൊടുത്തോളാം. അവനെ ഈ കുടുംബത്തിനോട് രാപ്പകൽ കിടന്ന് കഷ്ടപ്പെടുക. പാടത്തെയും പറമ്പിലെയും പണി കഴിഞ്ഞിട്ട് ഇനി വീടിനകത്തും കൂടെ അവൻ ബുദ്ധിമുട്ടണോ? ഞാൻ പറഞ്ഞു ബുദ്ധിമുട്ടാൻ. നല്ല വെള്ള ചമയാൻ വേണ്ടി ചെയ്യുന്നതല്ലേ. മിണ്ടാതിരിക്കാസത്ത്. അതെ, അവന്റെ ചെലവില്ല ഞാനും നീയൊക്കെ കഴിയുന്നത്. അത് മറക്കണ്ട. ഒന്ന് നിർത്തൂ. കുറെ കാലം കേൾക്കാൻ തുടങ്ങിയിട്ട്. ചെലവ് നടത്തുന്നുണ്ടെങ്കിലേ അത് നമ്മുടെ പാടത്ത് കൃഷി ഇറക്കുന്നതിനുള്ള കൂലിയായിട്ട് കൂട്ടിയാ മതി. എടി നീ എന്തേ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? 3-ാം വയസ്സിൽ അച്ഛനും അമ്മയും മരിച്ചതല്ലേ? പിന്നെ നോക്കിയതാരാ? വളർത്തിയതാരാ? പഠിപ്പിച്ചതാരാ? അച്ഛൻ തന്നെയല്ലേ? അച്ഛൻ കണക്ക് പറഞ്ഞിട്ടുണ്ടോ? എങ്ങനെ കൂട്ടി നോക്കിയാലും നമുക്ക് തന്നെയാ നഷ്ടം. വീണേ, ഓനെ മുത്തശ്ശിക്ക് ഇതൊന്ന് കൊടുത്തേക്കണേ. എന്നെ അങ്ങനെ പെട്ടെന്ന് കൊത്തി മുറിവേൽപ്പിക്കാനൊന്നും ആരെ കൊണ്ടും പറ്റില്ല. എന്നാലും അവളോടൊന്ന് പറയണം, കണക്ക് പറയുന്ന കൂട്ടത്തില് എന്റെ അച്ഛനമ്മമാരെ പെടുത്തണ്ടെന്ന്. അയ്യോ, ഈ ആൾക്കാരൊക്കെ ചോദിക്കുവാ നളിനിക്ക് ഭ്രാന്തായോന്ന്. അല്ല, അവരെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. മരുമോക്ക് റാങ്ക് കിട്ടിയെന്നും പറഞ്ഞ് 1500 ലഡുവാ ഞാൻ വാങ്ങിയത്. 150 അല്ലേ അമ്മേ? നിന്നോട് ഞാൻ ചോദിച്ചോ? 150 ഇപ്പൊ വാങ്ങിച്ചതല്ലേ? അതിനു മുമ്പോ? ഓ എന്റെ ഏട്ടാ, എന്റെ സന്തോഷത്തിന് ഒരു അതിരുമില്ല. നിത്യേ, ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. എന്റെ മോളെ, ഈ ജയിക്കുമ്പോഴും സമ്മാനം കിട്ടുമ്പോഴൊക്കെ ഒരു കാര്യം പറയൂലേ, അതാ ഇവൻ ഈ മുക്കി മൂളിയും കൊണ്ടിരിക്കുന്നേ. കൺഗ്രാറ്റുലേഷൻസ് ആണോ? കൂട്ടുകാരൊക്കെ എന്നെ കളിയാക്കി. കേട്ടാൻ പോകുന്ന പെണ്ണിന് റാങ്ക് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. എന്റെ ഏട്ടാ, ഇവന്റെ കൂട്ടുകാർ മാത്രമൊന്നുമല്ല, അയൽപക്കത്തുള്ള പെണ്ണുങ്ങളൊക്കെ എനിക്ക് സ്വൈര്യം തരുന്നുണ്ടോ? മരുമോളെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നൂടെ നളിനീന്ന് ചോദിച്ച് ബുദ്ധിമുട്ടോട് ബുദ്ധിമുട്ടാ. അവസാനം ഞാൻ അവരോട് തീർത്തു പറഞ്ഞു, ഇന്ന് ഇവരുടെ കല്യാണം ഉറപ്പിച്ചിട്ടേ ഞാൻ തിരിച്ചു വരും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.